നമസ്കാരം. ഇന്നത്തെ വിഷയം KSRTCയുമായി ബന്ധപ്പെട്ട KSRTCയിൽ സൗജന്യ യാത്ര എന്ന കാര്യത്തെക്കുറിച്ചാണ്. KSRTC വിഷയത്തിൽ താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെയുള്ള ചില അഴിമതി വീരന്മാർ എതിർക്കുന്നുണ്ട് സൗജന്യ യാത്രയെക്കുറിച്ച്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഴിമതി വീരന്മാരാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അഴിമതി വീരന്മാർ സൗജന്യ യാത്രയെ എന്തു പറഞ്ഞാണ് എതിർക്കുന്നത്? ഇവർ പറയുന്നത് KSRTC നഷ്ടത്തിലാവുമെന്നുള്ള കാര്യം ഇലക്ഷന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നഷ്ടത്തിലാവും ഇത് കാരണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. പക്ഷേ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു വ്യക്തിക്ക് 4 കമ്പനി ഉണ്ടെങ്കിൽ എല്ലാ കമ്പനിയും ലാഭത്തിലായിരിക്കില്ല എപ്പോഴും. കൊച്ചിയിലുള്ള കമ്പനി ലാഭത്തിലാണെങ്കിൽ കോഴിക്കോടുള്ള കമ്പനി ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. അതല്ലെങ്കിൽ കോഴിക്കോടുള്ള കമ്പനി ലാഭത്തിലാണെങ്കിൽ കൊച്ചിയിലുള്ള കമ്പനി നഷ്ടത്തിലുമായിരിക്കും. ആ രൂപത്തിൽ അതേപോലെ മറ്റ് വിവിധ ഭാഗങ്ങളിലുള്ള പല കമ്പനികളും ലാഭത്തിൽ ഓടുന്നുണ്ടാവും, നഷ്ടത്തിലോടുന്നുണ്ടാവും. അത് ലാഭം കിട്ടുന്ന കമ്പനിയിൽ നിന്ന് വരുമാനമില്ലാത്ത കമ്പനിയിലെ വിടവുകൾ നികത്തുകയാണ് അതിലൂടെ ചെയ്യാറ്. എല്ലാ കമ്പനികളും ആ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ലാഭത്തിൽ ഓടുന്ന കമ്പനി, അതായത് സ്ഥാപനങ്ങൾ, അതിൽ അഴിമതി നടത്താൻ പറ്റൂല. ലാഭത്തിൽ ഓടുന്ന സ്ഥാപനങ്ങളിൽ അഴിമതി നടത്താൻ സാധ്യമല്ല. ഉദ്യോഗസ്ഥർ വിഭാഗം പല താഴെത്തട്ട് മുതൽ മേലെത്തട്ട് വരെയുള്ള പല ഉദ്യോഗസ്ഥ വിഭാഗക്കാരും നമുക്കറിയാലോ അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. എന്താണ് ഈ അഴിമതി? അഴിമതി സത്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ കളവ്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ ഉസ്മാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശരിയായ കളവ്, വലിയ കളവ്. അതാണ് വലിയ കളവിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അഴിമതി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ആളുകൾ കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ മോഷണം പകുതി കുറയ്ക്കേണ്ടി വരും എന്നാണ് അർത്ഥം. ആ മോഷണം പകുതി കുറയ്ക്കാൻ മടിച്ചുകൊണ്ടല്ലേ ഈ സ്ത്രീകളെ സൗജന്യ യാത്രയെ എതിർക്കുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെ എതിർക്കുന്നത് ഉദ്യോഗസ്ഥ വിഭാഗം സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ, ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളിലെ അഴിമതി, മോഷണം പകുതി കുറയ്ക്കേണ്ടി വരും. അത് കുറയ്ക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് പിടിവാശിയിൽ നിൽക്കുന്നവരാണല്ലോ ഇതിനെ ചാനലിലും മറ്റും വന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ എതിർക്കുന്നത്. ഒരു കമ്പനി എല്ലാ കമ്പനിയും എപ്പോഴും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുമോ? എല്ലാ കമ്പനിയും എപ്പോഴും നഷ്ടത്തിലോ ലാഭത്തിലോ ഓടിക്കൊണ്ടിരിക്കുമോ? ലാഭത്തിലോടുന്ന കമ്പനിയിൽ നിന്ന് നഷ്ടത്തിലോടുന്ന കമ്പനിയുടെ പ്രയാസങ്ങൾ, മറ്റ് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നികത്തി കൊണ്ടുപോകലാണ് സാധാരണ ചെയ്യാറുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. ഇക്കാര്യത്തിൽ ചില സ്ത്രീകൾ ചാനലിൽ ഇരുന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയൂല, താൽക്കാലികം നടപ്പിലാക്കിയിട്ട് ഇത് പിൻവലിക്കാൻ, ഇങ്ങനെയുള്ള ചില ബുദ്ധികളാണ് അവരുടെ തലയിൽ ഉദിക്കുന്നത്. എന്തുകൊണ്ടാണ് താൽക്കാലികം നടപ്പിലാക്കിയിട്ട് നിർത്തലാക്കാൻ പറ്റുമോ, അതിലേക്ക് ശ്രമം നടത്തണം എന്നിവർ പറയാനുള്ള കാരണം ആ രൂപത്തിലാണ് അവർ പല ചാനലിലിരുന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉസ്മാനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഴിമതി നിർത്തേണ്ടി വരും. ഇതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മോഷണം, അഴിമതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കളവ്, കുറച്ച് കൂടുതൽ ആളുകൾ ചേർന്ന് നടത്തുന്ന കളവ് എന്ന അഴിമതി, ആ അഴിമതി വലിയ കൊള്ള, അത് നിർത്തേണ്ടി വരും. ആ താൽക്കാലികം കുറയ്ക്കേണ്ടി വരും. അതിന് നിങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ സൗജന്യ യാത്രയെ എതിർക്കുന്നവരെ കുറിച്ച് ഉസ്മാനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് നിങ്ങളുടെ മോഷണം, കളവ്, അഴിമതി, വഞ്ചന നിങ്ങൾ നിർത്താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും സ്ത്രീകൾ ഇക്കാര്യം അനുവദിച്ച്
കൊടുക്കുക തന്നെ ചെയ്യരുത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് വോട്ട് നിങ്ങൾ ആ രൂപത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഉസ്മാനിയയുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ഇവിടെ സ്ത്രീകളോട് പറയാനുള്ളത്, വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഈ സംഗതി സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കുക തന്നെ വേണം. അതിന് ഏത് ഉദ്യോഗസ്ഥൻ തടസ്സം നിന്നാലും, ഏത് അഴിമതിക്കാരൻ, ഏത് മോഷണക്കാരൻ തടസ്സം നിന്നാലും അതൊരു തടസ്സമല്ലാതെയാക്കി മാറ്റി ഇത് നടപ്പിലാക്കുക തന്നെ വേണം. അതിൽ നിങ്ങളുടെ കൂടെ ഉസ്മാനിയ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ റിപ്പോർട്ട് എനിക്ക് വിട്ടാൽ മതി. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നവരെ അതിന് പിന്തുണ ഉണ്ടായിരിക്കും. എന്താണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര? തമിഴ്നാട്ടിലില്ലേ, കർണാടകത്തിലില്ലേ, ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് നടപ്പിലാക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ആരും തന്നെ സംശയിക്കേണ്ട, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് നടപ്പിലാക്കുന്നവരെ സ്ത്രീകളുടെ കൂടെ ഉസ്മാനിയ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി അതിവിടെ നടക്കൂല കേട്ടോ. എൻ്റെ താൽക്കാലികം നടപ്പിലാക്കിയിട്ട് പിന്നെ അത് പിൻവലിക്കുന്ന പരിപാടി അതൊന്നും ഇവിടെ നടക്കൂല. സ്ത്രീകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണുള്ളത്. ഇതിലും വലുതൊക്കെ പല സ്റ്റേറ്റുകളിലും നടപ്പിലാക്കിയതല്ലേ. നിങ്ങൾക്കെന്താ മോഷണം കുറയ്ക്കാൻ സാധിക്കൂലേ? നിങ്ങൾക്കെന്താ നിങ്ങളുടെ അഴിമതി കുറയ്ക്കേണ്ടി വരും. അത്രമാത്രമേ ഉള്ളൂ വിഷയം. നികുതി വിരിച്ചെടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ വിഷയം. പല വിഷയങ്ങളിലും നമ്മൾ കണ്ടതും കേട്ടതും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടും മറ്റു പല വിഷയങ്ങളും നമുക്കറിയാം. ഏത് കോടികളാണ് ഓരോ ഓരോ മാസത്തിലും കോടികളാണ് ഓരോ ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഴിമതി എന്നാൽ കളവ്, മോഷണം. കോടികൾ ഓരോ മാസത്തിലും ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ കളവാണ്. ആ കളവ് നിർത്തേണ്ടി വരും. അതല്ലെങ്കിൽ പകുതി തന്നെ കുറയ്ക്കേണ്ടി വരും. രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ അഴിമതി നടത്തണം എന്ന ഒരു വാശിയിൽ തന്നെ ഈ സ്ത്രീകൾ സൗജന്യ യാത്രയെക്കുറിച്ച് എത്ര ചാനലിലാണ് എതിർത്തിട്ടുള്ളത്? അതിൻ്റെ പിന്നിൽ ആരാണ്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? സ്ത്രീകളുടെ സൗജന്യ യാത്ര അടുത്ത മാസം തന്നെ നടപ്പിലാക്കണം. അതിൽ ഒരു വ്യത്യാസവും വരുത്താൻ പാടില്ല. തീർച്ചയായിട്ടും അത് അടുത്ത മാസം തന്നെ നടപ്പിലാക്കണം എന്ന് തന്നെ നിർബന്ധമായിട്ടും ഉസ്മാനിയ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ തെക്കൻ ജില്ലയിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും മർദ്ദിച്ചു എന്ന പരാതി വരുന്നു. അത് ഒരിക്കലും കോടതിയുടെ വിധിയാണെങ്കിലും കോടതി സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധന്മാരെയോ മർദ്ദിക്കുവാൻ അഭ്യർത്ഥിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ വിധിച്ചിട്ടോ ഇല്ല. അത് നമുക്കറിയാവുന്ന പരമാർത്ഥം. പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല എന്ന് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത്തരം കുടിയൊഴിപ്പിക്കലിനെ കൂടി യോഗം ചേർന്ന് തീരുമാനിക്കണം. ആ 7 വീട്ടുകാർക്ക് അവർക്ക് ഭൂമി നൽകണം, അവർക്ക് വീട് നൽകണം. അവർക്ക് ഇപ്പം നിലവിലുള്ള സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ ആ ഭൂമിയുടെ പണം കോടതി ആർക്കാണ് ആ ഭൂമി അനുവദിച്ചിട്ടുള്ളത് അവർക്ക് ആ പണം കിട്ടിയാൽ മതിയില്ലേ? അവരെ വിളിച്ച് ചർച്ച നടത്തണം. വീടിൻ്റെ കാര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ ഒന്നടക്കം ഈ മന്ത്രിസഭ ഓപ്പണിംഗ് സമയത്ത് തന്നെ വേദനിപ്പിക്കുന്നത്. ഈ വീട്ടുകാരും ചേർത്തിട്ട് അവർക്ക് വീടിനുള്ള സ്ഥലം അനുവദിക്കുക. ആ നിലവിലുള്ള ഭൂമി തന്നെ, ആ ഭൂമിയുടെ പണം സർക്കാർ കോടതി ആർക്കാണ് ആ ഭൂമി വിധിച്ചിട്ടുള്ളത് കോടതി മുഖേന അവരെ വിളിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് അവർക്ക് ആ ഭൂമിക്ക് പകരം പണം നൽകാം. വീട്ടുകാർ താമസിക്കുന്ന ഭൂമിയല്ലേ ഉള്ളൂ. ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ഏതായാലും വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ.